ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 3-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ശ്രീ വ്യാസ ഭഗവാനാൽ വിരചിതമായ മഹാഭാരതത്തിൽ നിന്നെടുത്തിട്ടുള്ള വിഷ്ണു സഹസ്രനാമം അനിഷ്ഠുപ് ഛന്ദസ്സിൽ ശ്രീ വാസുദേവനാണ് അതിൻ്റെ ദേവത. ശ്രീമൻ നാരായണന ദേവതയായിട്ടിരിക്കുന്ന ആ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തെ നമുക്ക് വന്ദന ശ്ലോകം ആയിരുന്നു ഇന്നലെ തുടങ്ങിയത്. അത് നമ്മൾ ആ വന്ദന ശ്ലോകത്തിൽ നമ സമസ്ത ഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഓം നമോ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഇവിടെ വരെയായിരുന്നു കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിവരിച്ചത്. നമുക്കിന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ശ്രീ വൈശമ്പായന ഉവാച എന്നാണ് തുടങ്ങുന്നത്. ഉവാച പറഞ്ഞു. സാന്ദർഭികമായി അത് ആ വാക്ക് വരുമ്പോൾ ചോദിച്ചു എന്നും വരാം. അപ്പോൾ ഇവിടെ വൈശമ്പായനൻ വൈശമ്പായന മഹർഷി ജനമേജയനോട് പറയുന്നതായിട്ടാണ് മഹാഭാരതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഭാഗവതത്തിൽ സൂത ശൗനക സംവാദം ആയിട്ടാണല്ലോ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ വൈശമ്പായനൻ പറയുകയാണ്, ജനമേജയനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ശ്രുത്വാ ധർമാൻ അശേഷേണ പാവനാനി ച സർവേശ യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവാഭ്യഭാഷത. പുന ഏവ അഭ്യഭാഷിത. ശ്രുത്വാ കേട്ടിട്ടും, ധർമാൻ അശേഷേണ ധർമ്മത്തെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ ഭീഷ്മരിൽ നിന്ന് കേട്ടിട്ടും, പാവനാനി ച സർവശഃ യുധിഷ്ഠിരഃ ശാന്തനവം പുനരേവ അഭ്യഭാഷത. യുധിഷ്ഠിരൻ ഭീഷ്മരിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ, ധർമ്മത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്. താൻ വീണ്ടും തനിക്ക് സംശയം വന്ന കാര്യങ്ങൾ വീണ്ടും പുനരേവ വീണ്ടും ചോദിക്കുകയാണ്. ശാന്തനവം ശന്തനുവിന്റെ മകനായ ഭീഷ്മരോട് വീണ്ടും ചോദിക്കുന്നു. ആ വീണ്ടും ചോദിക്കുന്ന ചില സംശയങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാനോട് ഏറ്റവും അടുക്കുവാനുള്ള ചോദ്യങ്ങളാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 6 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. 1-ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. യുധിഷ്ഠിര ഉവാച. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് ഭീഷ്മരോട്. ആദ്യം വൈശമ്പായനൻ ജനമേജയനോട് പറയുകയാണിത്. ഇത് നേരിട്ട് യുധിഷ്ഠിരൻ ഭീഷ്മരോട് ആ കുരുക്ഷേത്ര സന്നിധിയിൽ ചോദിക്കുന്നു. കിം ഏകം ദൈവതം ലോകേ കിം വ്യാപ്യേകം പരായണം. 1-ാമത്തെ ചോദ്യം, കിം ഏകം ദൈവതം ലോകേ, ലോകത്ത് ഏക ദൈവമായിട്ടുള്ളത് ആരാണ്? നമ്മൾ ദൈവമായിട്ട് പല നാമങ്ങളിലും രൂപങ്ങളിലും സങ്കല്പങ്ങളിലും ഒക്കെ ധാരാളം ആരാധനകൾ നടത്താറുണ്ട്. ഇതിൽ ഏകനായിട്ടുള്ള ഈ പ്രപഞ്ചനാഥൻ ആരാണ്? ഇതാണ് 1-ാമത്തെ ചോദ്യം. ഇതേവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ അതാണോ ദൈവം, ഇതാണോ ദൈവം, ഇവിടെ ചെന്നാലാണ് എൻ്റെ പ്രാർത്ഥന സഫലമാകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. കിമേകം ദൈവതം ലോകേ, ഈ ലോകത്ത് ഏകനായ പരമമായ ദൈവം ആരാണ്? 2-ാമത്തെ ചോദ്യം, കിം വ്യാപ്യേകം പരായണം, കിം വാ അപി ഏകം പരായണം, ഈ ലോകത്ത് മനുഷ്യർക്ക്
ഏറ്റവും പരമമായി എത്തിച്ചേരുന്ന ആ മനുഷ്യന്റെ ഏറ്റവും പരമമായ എത്തിച്ചേരേണ്ട സ്ഥാനം ഏതാണ്? പരാശ്രയമായിട്ടുള്ള ആ സ്ഥാനം, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം സത്യം പറഞ്ഞാൽ അതാണ്. എന്താണെന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ലോകത്ത് മനുഷ്യന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? പരമമായ ആശ്രയം എന്താണ്? ആ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, സ്തുവന്തഃ കം ആരെയാണ് സ്തുതിക്കേണ്ടത്? സ്തുതിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ നാമജപങ്ങൾ കൊണ്ട്, സഹസ്രനാമങ്ങൾ കൊണ്ട് ഒക്കെ നമ്മൾ ഭഗവാനെയും ദേവിയൊക്കെ സ്തുതിക്കില്ലേ? അങ്ങനെ പല ശിവ ഭഗവാന്റെ സഹസ്രനാമമുണ്ട്, ഗണപതിയുടെയുണ്ട്, വിഷ്ണു ഭഗവാന്റെയുണ്ട്, ദേവിയുടെയുണ്ട്, സ്കന്ദന്റെയുണ്ട്. അങ്ങനെ ധാരാളം സഹസ്രനാമങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ഓരോ ദേവനെയും ദേവിയൊക്കെ സ്തുതിക്കുകയാണ്. അതിനെയാണ് സ്തുതിക്കുക എന്ന് പറയുന്നത്. ഇതിൽ സ്തുവന്ത ഖം ആരെയാണ് സ്തുതിക്കേണ്ടത്? ആരെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്? നമ്മളിങ്ങനെ പല ദേവന്മാരെയും സ്തുതിക്കും. എങ്കിലും പരമമായിട്ടുള്ള ഏത് ദേവനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്? അതാണ് മൂന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ലോകത്തെ ഏക ദൈവം ഏതാണ്, ആരാണ്? രണ്ടാമത്തെ ചോദ്യം മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, പരമമായ ആ ലക്ഷ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ പരമമായ ആശ്രയം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തേത് ആരെയാണ് സ്തുതിക്കേണ്ടത്? സ്തുതികൾക്ക് അർഹനായ ഏത് ഈശ്വരനാണ് ഉള്ളത്? അടുത്തത് കം അർച്ചന്ത സ്തുവന്ത കമർച്ചന്ത സ്തുവന്തഃ കം അർച്ചന്ത ആരെയാണ് അർച്ചിക്കേണ്ടത്? അർച്ചിക്കുക എന്ന് വെച്ചാൽ പൂജാതി ദ്രവ്യങ്ങളെ കൊണ്ടും പുഷ്പങ്ങളെ കൊണ്ടും പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെയൊക്കെ കൊണ്ടും അർച്ചിക്കേണ്ടത് ആരെയാണ്? അപ്പോൾ ആരെയാണ് സ്തുതിക്കേണ്ടത്? ആരെയാണ് അർച്ചിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ്? പ്രാപ്നുയുർ മാനവഃ ശുഭ. എന്തിനാണ്? മാനവർക്ക് ശുഭത്തെ പ്രാപിക്കുവാൻ വേണ്ടി ആരെയാണ് സ്തുതിക്കേണ്ടത്? ആരെയാണ് അർച്ചിക്കേണ്ടത്? അപ്പോൾ 4 ചോദ്യങ്ങൾ കഴിഞ്ഞു. 5ാമത്തെ ചോദ്യം, കോ ധർമ്മഃ സർവധർമാണ ഭവത പരമോ മതഃ. മതഃ അഭിപ്രായം. കോ ധർമ്മ ഏതൊരു ധർമ്മമാണ്, സർവധർമാണോ ഇവിടെയുള്ള എല്ലാ ധർമ്മത്തിനേക്കാളും, ഭവതഃ പരമോ മതഃ അങ്ങയുടെ അഭിപ്രായത്തിൽ ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം ഇവിടെയുള്ള എല്ലാ ധർമ്മങ്ങളിൽ വെച്ച് ഏതാണ്? ഏത് ധർമ്മമാണ് പരമമായിട്ടുള്ള ധർമ്മമായി നാം ആചരിക്കേണ്ടത്? അടുത്ത 6ാമത്തെ ചോദ്യം, കിം ജപം ഉച്യതേ ജന്തു ജന്മസംസാര ബന്ധനാത്. കിം ജപമുച്യതേ ജന്തുഃ ജന്മസംസാര ബന്ധനാത്. ജന്മസംസാര ബന്ധത്തിൽ നിന്നും ജന്തുക്കളെ ഉയർത്തുവാൻ ആരുടെ ജപമാണ് ഉച്ചരിക്കേണ്ടത്? അല്ലെങ്കിൽ ആരെ ജപിച്ചാലാണ് ജന്തുക്കളെ ജന്മസംസാര ബന്ധനത്തിൽ നിന്നും അവരുയരുന്നത്? അപ്പോൾ ജന്തുക്കൾ എന്ന് വെച്ചാൽ ഇവിടെ മനുഷ്യരെ തന്നെ ഉദ്ദേശിച്ചതാണ്. ഇവിടെ കാണുന്ന ജീവജാലങ്ങളെല്ലാം, മനുഷ്യനെയും മൃഗത്തിനെയും എല്ലാം ജന്തുക്കൾ എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ജന്തുവായിട്ട് തന്നെയാണ് ജനിക്കുന്നത്, ജീവിക്കുന്നത്. അവൻ ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തുന്നവരെ അവനൊരു ജന്തു തന്നെയാണ്. ജന്തുക്കളിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരത്തിലൂടെയാണ് മനുഷ്യനായി മാറുന്നത്. അല്ലെങ്കിൽ ജന്തുജന്യമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെയാണ് മനുഷ്യൻ ചെയ്ത് മുന്നേറുന്നത്. ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രൂപമുണ്ടെന്നേ ഉള്ളൂ. ആ മൃഗസ്വഭാവം തന്നെയാണ് മിക്ക മനുഷ്യന്റെയും കയ്യിലിരിക്കുന്നത്. അത് മാറുന്നത് ഏതൊരവസരത്തിലാണ്? ജപിക്കുമ്പോഴാണ്. അതാരെ ജപിച്ചാലാണ്? ജന്മസംസാര ബന്ധനത്തിൽ നിന്ന്, ഇഹലോകത്തിലുള്ള സംസാര ബന്ധനങ്ങളിൽ നിന്ന് ആരെ ജപിച്ചാലാണ് ഒരു മനുഷ്യൻ അല്ല ഒരു ജന്തു ഉയരുന്നത് എന്നാണ് 6ാമത്തെ ചോദ്യം. ഇപ്പോൾ നമ്മൾ 6 ചോദ്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു 6 ചോദ്യങ്ങൾ? 1ാമത്തെ ചോദ്യം ലോകത്തിലെ ഏക ദൈവം ആരാണ്? 2ാമത്തെ ചോദ്യം മനുഷ്യന്റെ പരമമായ ലക്ഷ്യം അല്ലെങ്കിൽ പരമമായ ആശ്രയം എന്താണ്? മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. അടുത്ത 3ാമത്തെ ചോദ്യം
ആരെയാണ് നമ്മൾ പരമമായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഏത് ദൈവത്തെയാണ് ആരെയാണ് സ്തുതിക്കേണ്ടത്? അടുത്തത് പൂജാതി ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ആരെയാണ് അർച്ചിക്കേണ്ടത്? അപ്പോൾ സ്തുതിക്കുക എന്ന് വെച്ചാൽ നാമജപങ്ങൾ കൊണ്ട് സ്തുതിക്കുക. അർച്ചിക്കേണ്ടത്, പൂജ ചെയ്ത് അർച്ചിക്കേണ്ടത് ആരെയാണ്? അതെന്തിനു വേണ്ടിയാണ്? മാനവർക്ക് ശുഭം തരുവാൻ വേണ്ടി. പിന്നെയോ, ഏത് ധർമ്മമാണ് അങ്ങയുടെ അഭിപ്രായത്തിൽ ഏറ്റവും പരമമായ ശ്രേഷ്ഠമായ ധർമ്മം? അടുത്തത്, നമ്മുടെ ജന്മസംസാര ബന്ധനത്തിൽ നിന്ന് ജന്തുക്കളെ ഉയർത്തുവാൻ വേണ്ടി, മനുഷ്യരെ ഉയർത്തുവാൻ വേണ്ടി ആരുടെ ജപമാണ് ഉച്ചരിക്കേണ്ടത്? ഇങ്ങനെയുള്ള 6 ചോദ്യങ്ങളാണ് ശരശയ്യയിൽ വീണുകിടക്കുന്ന ഭീഷ്മ പിതാമഹനോട് യുധിഷ്ഠിര മഹാരാജാവ് മറ്റു പാണ്ഡവാദികളുടെയും ഭഗവാന്റെയും സമക്ഷം ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇനി ബാക്കി ഭാഗങ്ങൾ. ഈ 6 ചോദ്യങ്ങളുടെ മറുപടി നമുക്ക് കേൾക്കണ്ടേ? അത് നമ്മൾ അറിയണ്ടേ? നമ്മൾ വിഷ്ണു സഹസ്രനാമം ഇങ്ങനെ അർത്ഥം അറിഞ്ഞ് വായിക്കുമ്പോൾ, ജപിക്കുമ്പോൾ നമുക്കതൊരു വലിയ പാടായിട്ട് തോന്നില്ല. അത് നമുക്ക് ഒരു വലിയ രസമായി മാറും. അത് കൂടുതൽ ഞാൻ ഈ അറിഞ്ഞ കാര്യങ്ങളാണല്ലോ ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി മനസ്സിലാക്കി ഭഗവാനും ആ ഭഗവാൻ പൂർണ്ണനായ ആ തേജസ്വിയായ ആ ഭഗവാൻ ഇങ്ങനെ ശരശയ്യയിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഭീഷ്മ പിതാമഹന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു സർവശ്രേഷ്ഠനായ ഭഗവാൻ. ചുറ്റിനും പാണ്ഡവാദികളും മറ്റുള്ളവരും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. ആ സദസ്സിൽ വിളങ്ങുന്ന ഭഗവാനെ മുൻനിർത്തി ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടന്ന് അങ്ങനെ സ്തുതിക്കുന്നു. ആ ഒരു പിക്ചറാണ് നമ്മുടെ മനസ്സിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ഉണ്ടാകേണ്ടത്. പൂർണ്ണനായ ആ ഭഗവാൻ, സുഭകനായ ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നു, സർവൈശ്വര്യങ്ങളോടും കൂടി, മഞ്ഞപ്പട്ടുടയാടയോടുകൂടി, പീരിതിരിയ ആ കിരീടത്തോടുകൂടി, ആ കാർവർണ്ണന്റെ ആ മനോഹരമായിട്ടുള്ള ആ മുഖം, നീണ്ടിടംപെട്ട താമരയിതൾ പോലെയുള്ള കണ്ണുകൾ, ആ ചുരുണ്ട മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് പാറി വീണ് കിടക്കുന്നു, ആ നീണ്ട നാസിക, ആ ചെന്തുണ്ടിപ്പഴം പോലെ ചുവന്ന ചുണ്ടുകൾ, ആ മനോഹരമായ പുഞ്ചിരി, ഇങ്ങനെ മുല്ലമുട്ടുകൾ പോലെ ആ ചുണ്ടിൽ പാതി ചിരിയിൽ ആ പല്ലുകൾ ഇങ്ങനെ കാണാം, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ദന്തനിരകൾ. അങ്ങനെ സർവാഭരണ വിഭൂഷിതനായി ശ്രീവത്സം എന്ന മറുകോടുകൂടി വനമാല അണിഞ്ഞവനായി ആ പീതാംബരധാരിയായി ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ നിന്ന് വിലസുകയാണ്. അങ്ങനെ വിളങ്ങുന്ന ഭഗവാനാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ ഓടിക്കളിക്കേണ്ടത്, നിറഞ്ഞു നിൽക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. വിഷ്ണു സഹസ്രനാമം നമുക്ക് വീണ്ടും തുടരാം. ഇന്ന് ഇതിവിടം കൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും, ഇതുവരെയുള്ള എല്ലാ കർമ്മവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.